മരിച്ച് 2 മാസമായിട്ടുള്ളൂ. അവന്റെ ഒരു ബുദ്ധി കുറവുണ്ടോ ചെയ്താണ്. ഓന് വേണ്ടി എന്ന് ഞാൻ നിസ്കരിക്കലുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റ് ആയി. പള്ളി പോയി നിസ്കരിക്കണം, പ്രാർത്ഥിക്കണം. 10ാം ക്ലാസ് തോറ്റേന്റെ നമ്മളാരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഭയങ്കര ബാഡായി പോയി. വീട്ടിൽ ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മനെ പറ്റിച്ചു പോയാണ്. ഒരു സബ്ജക്റ്റ് പോയി. പിറ്റേന്ന് പകലാണ് സംഭവം. ഉമ്മ ഫ്ലോർ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൻ ബാത്റൂമിൽ പോയിട്ട് സൂസൈഡ് ചെയ്താ. ഓന് കയറെടുത്താ. അവന്റെ അറിവില്ലാമ കൊണ്ട് ചെയ്താണ്. ആ സമയത്ത് 10th ആണ് ഏറ്റവും വലുത് എന്നുള്ള സ്കൂളിലൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തരും. പക്ഷെ അതല്ല വലിയ മത്സരം ആദ്യം മനസ്സിലാക്കുക. ഇൻവിജിലേറ്റേഴ്സിനോടും പേപ്പർ നോക്കുന്ന കുറച്ച് ആൾക്കാരുടെ പറയാളേ, ഓൻ ആകെ 1-2 മാർക്കിനെ പോയിട്ടുള്ളൂ. ആ പേപ്പർ നോക്കുന്ന ആൾക്ക് ആ മാർക്ക് 1-2 ഇട്ട് കൊടുത്തേക്കാണെങ്കിൽ ഡാനി എന്ന് ജീവനോടുണ്ടായി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഉബൈദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണും. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹം ഒരു യൂട്യൂബറാണ്, അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസറാണ്. പല മണി ചലഞ്ചുമായി ബന്ധപ്പെട്ട പല പ്രോഗ്രാമുകളെല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ മുമ്പിലേക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. 500 നോട്ട് വേണോ, 200 നോട്ട് വേണോ, എണ്ണി എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ചില മാനുഷികപരമായ നല്ല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതൊന്നുമല്ല നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ യാദൃശികമായിട്ട് എനിക്ക് യൂട്യൂബിൽ കാണാൻ വേണ്ടി സാധിച്ചു. എനിക്ക് വളരെ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും തോന്നിയ ഒരു വീഡിയോ ആണ്. ഓട്ടോ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം ഒരു ചലഞ്ച് വെക്കുകയാണ്. മണിക്കൂർ വാടകയ്ക്ക് അദ്ദേഹം ഓട്ടോറിക്ഷ എടുക്കുന്നു, ഓട്ടോറിക്ഷ ഓടിക്കുന്നു, അതിനുശേഷം കിട്ടുന്ന വാടകയെല്ലാം അദ്ദേഹത്തിന് കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പക്ഷേ അതിൽ പങ്കെടുത്ത ചെറുപ്പക്കാരൻ തീർച്ചയായിട്ടും നമ്മളെ ചിന്തിപ്പിക്കുകയും ഒപ്പം കരയിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പഠിക്കുന്നത് മഹാരാജാസ് കോളേജിലാണ്. ആ പഠിക്കുന്നതിൻ്റെ ഇടവേളകളിലാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. രാവിലെ ഓട്ടോറിക്ഷ ഓടും, അതിനുശേഷം പഠിക്കാൻ വേണ്ടി പോകും. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഓട്ടോ ഓടിക്കും. എൻ്റെ ചിലവുകൾക്കും അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്ന ഫീസുകളിനൊന്നും ഞാൻ പുരക്കാരെ ബുദ്ധിമുട്ടിക്കാറില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നെ അദ്ദേഹം ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നതെല്ലാം അതിനു വേണ്ടി മാത്രമല്ല. കാരണം ഒരു സങ്കടം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തളകെട്ടി കിടക്കുന്നുണ്ട്. അത് ഒരു ചെറിയ മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് മരിച്ച വീട് പോലെയാണ് എന്നാണ് ചെറുപ്പക്കാരൻ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഈ SSLC റിസൾട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുജൻ ആരും ചിന്തിക്കാത്ത സമയത്ത് ഉമ്മ അടുക്കളയിൽ നിന്ന് എന്തോ ചെയ്യുന്ന സമയത്ത് ബാത്റൂമിൽ പോയിട്ട് തൂങ്ങി മരിച്ചു എന്ന് പറയുന്ന ദാരുണമായ ഒരു സംഭവമാണ്. കാരണം 2 മാർക്കിൻ്റെ കുറവ് കൊണ്ടാണ് SSLC പരീക്ഷയിൽ ഒരു വിഷയം നഷ്ടപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുകയാണ്. ചില കുട്ടികളൊക്കെ അങ്ങനെയാണ്. നമുക്ക് ഇറങ്ങി നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്, ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് SSLC പരീക്ഷയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ നമുക്കിനി ഒന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഒരുപാട് പേടിപ്പിച്ച് വിറപ്പിച്ച് വെക്കും. ആ ഒരു കാര്യം തന്നെയാണ് തരത്തിൽപ്പെട്ട മരണത്തിലേക്കെല്ലാം പോകുന്നത്. ഇന്ന് എനിക്ക് എൻ്റെ അനുജനെ നഷ്ടപ്പെട്ടു. ആൾക്കാർക്ക് ഇതൊക്കെ തമാശയാവാം, മക്കാറാക്കാം, പല രീതിയിലും ഇത് എടുക്കാമെന്ന് അദ്ദേഹം പറയുകയാണ്. എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഉമ്മയുടെയും ഉപ്പയുടെയും ഇപ്പോഴും അവരുടെ ഫേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അവരുടെ അനുജൻ്റെ ഖബർസ്ഥാനിൻ്റെ അടുത്താണ് ഓട്ടോറിക്ഷ ഇടുന്നത്. അവിടെയൊക്കെ ഇരിക്കാനും അതുപോലെ തന്നെ സമയമാകുമ്പോൾ പോയി നിസ്കരിക്കാനും ഖബറും പുറത്ത് പോയിട്ട് ദുആ ചെയ്യാനും എല്ലാം സൗകര്യം കിട്ടുന്നത് കൊണ്ടാണ് അദ്ദേഹം ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് എന്ന് ഉബൈദിനോട് പറയുന്ന ഒരു വീഡിയോ. തീർച്ചയായിട്ടും ഇത് നമ്മളെ ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് മാനുഷിക മൂല്യങ്ങളുള്ള വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളെ കാണിക്കുന്നത്. പോവാം, നമുക്ക് ആ വീഡിയോൻ്റെ ഏതാനും ചില ഭാഗങ്ങളൊന്ന് കാണാം. ഓട്ടോ ഇവിടെ ജീവിക്കാനുള്ള ഫണ്ട് ദൈവം ഉണ്ടാക്കാം. ഈ ഓട്ടോ റെന്റാ? അല്ല, ഞാൻ റെന്റ് ചെയ്യുന്നു. ഞാൻ വാങ്ങി കഷ്ടപ്പെട്ട് വാങ്ങിച്ചു. അല്ല, അടവുണ്ട്. ഓട്ടോ ഓടിയാ നേരെ പിന്നെ ഹോസ്റ്റൽ പോകും. രാവിലെ കഴിച്ച് കുറച്ചു നേരം ഓടും, പിന്നെ കോളേജ് പോകും, പിന്നെ വീണ്ടും ഈവനിങ് ഇറങ്ങും. ഞാൻ ഓടിയ പൈസ എന്ത് ചെയ്യണ്ടേ? നിങ്ങളോട് പൈസ നിങ്ങൾക്ക് എടുത്തോളൂ. നിങ്ങളെ പൈസല്ലേ മണക്കെന്താ പ്രോഫിറ്റ്? അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടായിട്ട് ഇപ്പൊ ജസ്റ്റ് കണ്ടേക്കനെ നിർത്തി വണ്ടി ഓടിക്കാൻ കൂട്ടുമെന്ന് വെച്ചപ്പോ വണ്ടിന്റെ അടുത്ത് ഓടിക്കോന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എറണാകുളം മഹാരാഷ്ട്രയിൽ പഠിക്കുക. ഇപ്പൊ സെക്കൻഡ് ഇയർ, BA ഫിലോസഫി സെക്കൻഡ് ഇയർ. പാർട്ട് ടൈം ആയിട്ട് ഓട്ടോ ഓടുക. വീട്ടിൽ ഉപ്പ, അമ്മ, കാക്ക, ഞാന്, അനിയൻ മരിച്ച് സൂസൈഡ്. ഓട്ടോ ഡ്രൈവർ ആയിരിക്കുന്നു, അഫ്നാൻ നേരെ കസ്റ്റമർ ആയിരിക്കുന്നു. ഇങ്ങനെ ഓടുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അല്ല, വീട്ടിൽ നിന്ന് ആദ്യം 5 പൈസ വാങ്ങല്ല. തരാത്തോണ്ടല്ല, ഞാൻ വാങ്ങാത്തോണ്ടോ. അടുത്തത് എങ്ങോട്ടാ പോണ്ടേ? അടുത്ത പള്ളിണ്ടോ? പള്ളി നിസ്കരിക്കണോ? എന്ന് ചെയ്യണ. ഒന്ന് കുറച്ച് ലേറ്റ് ആയി. അനിയൻ മരിച്ച് 2 മാസമായിട്ടുള്ളൂ. അവന്റെ ഒരു ബുദ്ധി കുറവുണ്ടോ ചെയ്താണ്. ഓന് വേണ്ടി എന്ന് ഞാൻ നിസ്കരിക്കലുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റ് ആയി. പള്ളി പോയി നിസ്കരിക്കണം, പ്രാർത്ഥിക്കണം. 10ാം ക്ലാസ് തോറ്റേന്റെ നമ്മളാരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഭയങ്കര ബാഡായി പോയി. വീട്ടിൽ ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മനെ പറ്റിച്ചു പോയാണ്. ഒരു സബ്ജക്റ്റ് പോയി. പിറ്റേന്ന് പകലാണ് സംഭവം. ഉമ്മ ഫ്ലോർ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൻ ബാത്റൂമിൽ പോയിട്ട് സൂസൈഡ് ചെയ്താ. ഓന് കയറെടുത്താ. അവന്റെ അറിവില്ലാമ കൊണ്ട് ചെയ്താണ്. ആ സമയത്ത് 10th ആണ് ഏറ്റവും വലുത് എന്നുള്ള സ്കൂളിലൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തരും.
പക്ഷെ അതല്ല വലിയ മൈൽസ്റ്റോൺ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇൻവിജിലേറ്റേഴ്സിനോടും പേപ്പർ നോക്കുന്ന കുറച്ച് ആൾക്കാരോട് പറയാനുള്ളത്, ഓനാകെ 1-2 മാർക്കിനെ പോയിട്ടുള്ളൂ. ആ പേപ്പർ നോക്കുന്ന ആൾക്ക് ആ മാർക്ക് 1-2 ഇട്ടുകൊടുത്തേക്കാണെങ്കിൽ എന്റെ അനിയൊന്ന് ജീവനോടുണ്ടായി. ഈ കളിയാക്കുന്നവർക്കൊക്കെ ഒന്ന് കളിയാക്കി പോയാൽ മതി. പോകുമ്പോ ആ ഫാമിലിക്ക് പോകുള്ളൂ. എന്റെ ഫാമിലിയൊക്കെ കടന്നു പോകണാണ് ഏറ്റവും ബാഡ് സിറ്റുവേഷനിലൂടെ കടന്നു പോണേ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥ. വീട്ടിൽ വിളിക്കാൻ പറ്റൂല. ആകെ ബാഡാണ്. ഇവന് ആകെ 2-3 ട്രിപ്പ് എടുത്ത് പോയി നിങ്ങളെ കണ്ട് പക്ഷെ നിങ്ങളപ്പോ നിൽക്കാൻ പറ്റിയതിന് സന്തോഷം. 2 ദിവസത്തെ ശമ്പളം 2000 പ്ലസ് ഒരു 2 മണിക്കൂറിന്റെ ഓട്ടോ ചാർജ് 600 അല്ല പറഞ്ഞേ. അപ്പൊ 2600. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. എന്താണ് ഇതിൽ ചിന്തിക്കാനെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിലപ്പോൾ SSLC പഠിക്കുന്ന കുട്ടികളുള്ള വീടായിരിക്കും നിങ്ങളത്, ചിലപ്പോൾ +2 എക്സാം എഴുതുന്ന കുട്ടികളുടെ വീടായിരിക്കും നിങ്ങളുടേത്. അവർ ഉറങ്ങുന്ന സമയത്ത്, അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അവർ കിടക്കുന്ന സമയത്ത് എല്ലാം നിങ്ങൾ അവരെ പോയി ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയരുത് SSLC ആണ് കേട്ടോ, അത് ഓർമ്മ വേണം, +2 പരീക്ഷയാണ് വരുന്നത്, അത് ഓർമ്മ വേണം, അതൊക്കെ നിങ്ങൾ പറയണം. പക്ഷേ എല്ലാം പറഞ്ഞ് കുട്ടികളെ പേടിപ്പിച്ച് വല്ലാത്തൊരു സ്ഥിതിയിലാക്കി കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഇത് താങ്ങാനുള്ള ഒരു കരുത്ത് ഉണ്ടാക്കിയെടുക്കുകയില്ല. SSLC ജയിച്ചിട്ടില്ലെങ്കിൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് കുട്ടികളോട് പറഞ്ഞാൽ ചില കുട്ടികൾ അത് കാര്യമാക്കിയിട്ടെടുക്കും. ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, ഏതായാലും ഞാൻ തോറ്റില്ലേ, ഇനി എങ്ങനെയാണ് ഞാൻ ഇവരൊക്കെ ഒന്ന് ഫേസ് ചെയ്യുക എന്നുള്ള ആ സങ്കടപ്പാടിൽ, ആ അങ്കലാപ്പാടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയ ഒരു ജീവൻ തന്നെയായിരിക്കും. അതാണ് അദ്ദേഹം പറയുന്നത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും, എനിക്ക് ഇന്ന് എൻ്റെ അനിയൻ പോയി, 2 മാർക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിൽ എൻ്റെ അനിയൻ ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തിന് സങ്കടം കൊണ്ട് പറയുകയാണ്. ഉമ്മ അടുക്കളയിൽ നിങ്ങൾ നോക്കണം, എന്തോ വർക്ക് ചെയ്യുന്ന സമയത്താണ് ബാത്റൂമിൽ പോയിട്ട് ഒരു വിവരക്കേട്, ശുദ്ധ വിവരക്കേട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുകയാണ്. സംഭവം വിവരക്കേടൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്കതൊരു പാഠം കൂടിയാണ്. അതുപോലെ തന്നെ ന്യൂജൻ പിള്ളേരെ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ആൾക്കാർ പറയുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ, ഈ മുടി വെട്ടുന്ന സ്റ്റൈലും അതുപോലെ നടക്കുന്ന സ്റ്റൈലും എല്ലാം കണ്ടിട്ട് ആൾക്കാർ വിലയിരുത്തിയിട്ട് പറയും, അവനെ കണ്ടാലറിയാം അവൻ കഞ്ചാവാണ്, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അഡിക്റ്റാണ്, മറ്റൊന്നും പരിപാടിയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിൽപ്പെട്ട ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരിക്കലും ഒരാളുടെ വേഷവും അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നടപ്പും ഒന്നും കണ്ടിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ വേണ്ടി സാധിക്കില്ല. അതാണ് ഞാൻ നിങ്ങളിലേക്ക് മുന്നിലേക്ക് വെക്കുന്നത്. വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചെറുപ്പക്കാരനെ കാണുന്ന സമയത്ത് ഒരിക്കലും ഇത്തരത്തിൽപ്പെട്ട ഒരു വേദനയും വിഷമവും താങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നോ, ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്ന് ഓട്ടോറിക്ഷ ഓടിക്കുന്നതെന്നോ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അത്തരത്തിൽപ്പെട്ട ഒരു മുൻവിധിയോടുകൂടി നമ്മൾ ഒരാളെയും കാണാൻ വേണ്ടി പാടില്ല സമൂഹത്തിൽ. തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. അത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവർക്കൊരു മുദ്ര കുത്തി കഴിഞ്ഞാൽ ആ മുദ്ര എടുത്ത് മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. ആ 2 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് പോലെ നിങ്ങളുടെ വീട്ടിൽ SSLCയോ +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ ഭയപ്പാടിൽ നിന്ന് മാറ്റിയിട്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഉപദേശത്തിൻ്റെ ഭാഷ മാറ്റിയിട്ട് നമ്മളതൊരു സൗഹൃദത്തിൻ്റെ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രീതി തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കണം. അതാണ് എന്തുകൊണ്ടും അഭികാമ്യം. അല്ലാതെ അവരെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഇല്ലാത്ത കുട്ടികളും ഇവിടെ ജനിക്കുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ പഠിപ്പിലായിരിക്കില്ല അവരുടെ കഴിവ്, മറ്റെന്തെങ്കിലും മേഖലയിലേക്ക് ആയിരിക്കാം. പക്ഷേ SSLC തോറ്റത് കൊണ്ടൊന്നും ഈ ലോകം അവസാനിച്ചു പോകില്ല. അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. ദയവ് ചെയ്ത് അത്തരത്തിൽപ്പെട്ട കാര്യങ്ങളുള്ള വീടുകളിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടികളാണ്, അവരുടെ ജീവനാണ് നമുക്ക് വലുത്. അതൊരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. ഇതൊക്കെ ഒരു ഇൻസ്പിറേഷനും അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷൻ വീഡിയോ കൂടിയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ചാനൽ നിങ്ങളൊന്ന് സബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഹൈപ്പ് കൂടി കൊടുക്കുക. വീണ്ടും തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.